പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് നമ്മുടെ കേരളീയരുടെ എല്ലാവരുടെയും വീക്ക്നെസ് ആയിട്ടുള്ള കായ വറുത്തത് റെഡിയാക്കാം. കായ വറുത്തതിന്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. സെയിം വീഡിയോ തന്നെയല്ല, ആ വീഡിയോ വേറെയാണ്, ഇത് വേറെ ഉണ്ടാക്കിയതാണ്. ഇത് കുറച്ച് മുമ്പേ ഉണ്ടാക്കിയതാണ് വേറൊരു ചാനലില്. ഇപ്പൊ ഞാൻ ആ വീഡിയോ ഇതിലേക്കും കൂടി ഇടാന്ന് വെച്ചു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായ വറുത്തത് നമ്മളെല്ലാവരുടെയും ഒരു വീക്ക്നെസ്. അത് കാണുമ്പോ ഒന്ന് കയറിയിട്ട് കണ്ടിട്ട് പോവാന്ന് വിചാരിക്കും. അപ്പൊ കായ വറുത്തത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 കിലോ കായ എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര എടുത്താലും 2-3 ദിവസത്തിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പച്ചക്കായിലുള്ള പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കയ്യിലൊക്കെ നന്നായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുത്തേക്കാം കേട്ടോ. അല്ലെങ്കിൽ ഏറ്റവും അവസാനമൊക്കെ കഴിയുമ്പോൾ കൈ കറുത്തിരിക്കും. നമ്മളെ കൈയിന്റെ കറ കളയാനായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്തായിട്ട് കായ തൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറിയുന്ന കൊള്ളില്ല. അതുകൊണ്ട് കായിന്റെ പുറത്തുള്ള കറ പോവാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അളവൊന്നുമില്ല, കുറച്ചധികം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടങ്ങ് കലക്കി വെച്ചാൽ മതി. അതിലേക്ക് ഈ കായ് തൊണ്ടളിഞ്ഞത് അങ്ങ് ഇട്ടെടുക്കാം. ചിപ്സ് തയ്യാറാക്കാനായിട്ട് കായ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെനക്കാത്തതും എന്നാൽ നന്നായിട്ട് മൂത്തതുമായിട്ടുള്ള കായ് സെലക്ട് ചെയ്യാം കേട്ടോ. പച്ചക്കായ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ തൊണ്ട് കളയാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര കറിയായിരിക്കും. ഇതേപോലെ പെട്ടെന്ന് അങ്ങ് വിട്ടു പോകാനൊന്നുമില്ല. മൂത്ത കായാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് വെടിയിപ്പിച്ചൊക്കെ എടുക്കാൻ പറ്റും. തീരെ കക്ക കായൊക്കെയാണ് വറക്കണമെങ്കിൽ ചിപ്സിന്റെ ആ ഒരു ടേസ്റ്റേ കിട്ടില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് കരിഞ്ഞും പോവും. പെട്ടെന്ന് വറുത്ത് വാരിയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്, പാടെ തന്നെ വറുത്തൊക്കെ കിട്ടും. മൂത്ത കായ് മൂക്കണനുസരിച്ച് വറവിന് സമയം കൂടും, പക്ഷെ ടേസ്റ്റ് അതാ കേട്ടോ. ഒരു പ്രാവശ്യം നന്നായിട്ട് എല്ലാം ഒന്ന് തൊണ്ട കളഞ്ഞെടുത്ത ശേഷം വേഗം അപ്പം തന്നെ കൈക്ക് വാരി എടുക്കാം കേട്ടോ. ഒത്തിരി നേരം വെള്ളത്തിലിട്ട് വെച്ചേക്കൊന്നും വേണ്ട. ഓൾറെഡി നമ്മുടെ കായ് മൂത്ത കായാണ്. അതിന്റെ കൂട്ടത്തിൽ കുറെ നേരം വെള്ളത്തിലും കൂടി കിടന്നിട്ടുണ്ടെങ്കിൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്ത് വാറുന്ന സമയത്ത് ഇടങ്ങേറാവും കേട്ടോ. കായ് സ്ട്രെയിൻ ചെയ്തെടുത്ത ശേഷം നന്നായിട്ട് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കാം കേട്ടോ. വെള്ളം പരമാവധി തുടച്ചു കളയാം. അതിനുശേഷം ഇതുപോലെ ചാക്കോ അല്ലെങ്കിൽ പേപ്പറോ ഷീറ്റോ എന്തെങ്കിലുമൊക്കെ നന്നായിട്ടൊന്ന് വിരിച്ചിട്ട ശേഷം നിരപ്പിനായിട്ട് ഇതുപോലെ ഒരു ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തിടാം കേട്ടോ. കൈ വെച്ചൊക്കെ കട്ട് ചെയ്താൽ ഇച്ചിരി കട്ടി വരും. എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യായിരിക്കും കേട്ടോ. എനിക്കൊക്കെ കൈ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടി കൂടിപ്പോവും. 1-2 ട്രിപ്പ് വറുക്കാനുള്ളത് ഞാൻ അവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്കൊരു മഞ്ഞൾ വെള്ളം തയ്യാറാക്കണം കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കലക്കി വെച്ചാൽ മതി. ഓയിൽ നന്നായിട്ട് തിളച്ച് കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾ അടുപ്പത്ത് തന്നെ വെക്കാന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അടുപ്പിന് സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പത്ത് തന്നെ വെക്കാം. അടുപ്പത്താകുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ചൂടും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ കുറച്ച് സമയം ഇത് കിടന്ന് ഇച്ചിരി നേരം എടുക്കുമല്ലോ അത് വറുത്ത് കോരാനായിട്ട്. അപ്പൊ നമുക്ക് ഗ്യാസ് ലാഭിക്കാം. തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത കായ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടെടുക്കുക. എണ്ണയിൽ കൊള്ളുന്ന അത്ര കായ ഇട്ടെടുക്കുക കേട്ടോ. ഇത്തിരി അനായാസം ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ പറ്റിയ തരത്തിലുള്ള ക്യാപ്പിൽ ഇട്ടെടുക്കുക. ഞാനിപ്പോ ഇവിടെ നല്ലോണം തിക്കി നിറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. കായ എണ്ണയിലേക്ക് ഡയറക്റ്റ് സ്ലൈസ് ചെയ്തിടാൻ പറ്റാന്നുണ്ടെങ്കിൽ അതാ എപ്പോഴും നല്ലത്. അതാകുമ്പോൾ ഒരെണ്ണത്തും ഒട്ടി പിടിക്കില്ല. ഇങ്ങനെ ഇട്ടെടുക്കുമ്പോൾ ഇതേ രീതിയിൽ ഒന്ന് വിടിപ്പിച്ച് കൊടുക്കണം. ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വിടിപ്പിച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ വെള്ളം ഒഴിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് കായ ഇട്ട് കഴിഞ്ഞ് ഒരു 1-2 മിനിറ്റ് ഒക്കെ സമയം കറക്റ്റ് പറയാൻ പറ്റില്ല. കായന്റെ മൂപ്പ് അനുസരിച്ച് വ്യത്യാസം വരും. തീരെ കക്ക് കായാണെങ്കിൽ ഇട്ട് ഒരു പെട്ടെന്ന് തന്നെ ആവും. ഇച്ചിരി മൂത്ത കായൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയം എടുക്കും മുറുകാനായിട്ട്. മുറുകി 1 കിലോ എന്നുള്ളൊരു ഇത് വരുമ്പോഴാണ് മഞ്ഞൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് വീണ്ടും അത് അങ്ങോട്ട് തണുത്ത് പോകും. മഞ്ഞൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ആ ക്രിസ്പിനെസ് പോയിട്ട് ഇച്ചിരി തണുത്ത് വരും. അത് കഴിഞ്ഞ് വീണ്ടും ക്രിസ്പിയായി നല്ല മുരുമുരുന്ന് ഇങ്ങനെ കിളുങ്ങും. ആ സമയത്താണ് നമുക്ക് കോരി എടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ കോരി വെച്ചതിന്റെ ടേസ്റ്റ് നോക്കാം. ഉപ്പൊക്കെ എങ്ങനെയാന്ന് നോക്കാം. ഉപ്പ് കൂടുതൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പിൽ അതനുസരിച്ച് ഉപ്പ് കുറച്ചിടാം. അതുപോലെ പാകത്തിനാണെങ്കിലും പിന്നെ ഇടുന്ന ട്രിപ്പിൽ അത്രയും തന്നെ ഉപ്പ് ഇടണമെന്നില്ല കേട്ടോ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ സെയിം അളവിൽ ഇട്ടാൽ മതി. എന്താന്ന് വെച്ചാൽ എണ്ണയിൽ ഇപ്പൊ കുറച്ച് ഉപ്പായിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ച് പിന്നെ ഓരോ ട്രിപ്പും ഇടുമ്പോൾ ഉപ്പിടുന്ന അളവ് കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂട്ടേണ്ടി വരും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അങ്ങനെ 3 കിലോ കായന്റെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 ദിവസത്തെ 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. എല്ലാവരും ഭയങ്കര പിശ് കാണിക്കുന്നുണ്ട്. അതുപോലെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ഓൺ ആക്കി ഇടാം. നമ്മൾ ഡെയിലി 1-2 വെച്ച് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.